ബാക്ക് ടു ചാനൽ. ദിസ് ഇസ് നന്ദന ആൻഡ് യു വാച്ചിങ് മെയ്ഡ് ബൈ നന്ദന. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ വന്നിട്ടുള്ളത് ഒരു കൃഷ്ണൻ്റെ ടേബിൾ ആർട്ടുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതിനായിട്ട് മെയിനായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നത് ക്ലേ ആണ്. അപ്പോൾ നിങ്ങൾക്ക് ക്ലേ ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജസ്റ്റ് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാമല്ലോ. നമുക്ക് ഗോതമ്പ് മാവും മൈദയൊക്കെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കൂലേ, അങ്ങനെ ഉണ്ടാക്കാം. ബട്ട് റിസൾട്ട് റിയൽ വരുന്നത് ഇതാണ്. പിന്നെ അല്ലാതെ നിങ്ങൾക്ക് വേണമെങ്കിൽ ബെസ്റ്റായിട്ട് കളിമണ്ണൊക്കെ യൂസ് ചെയ്യാം. അതില്ലയെന്നുണ്ടെങ്കിൽ നമുക്ക് മണ്ണിൽ നിന്ന് തന്നെ കളിമണ്ണ് ഉണ്ടാക്കാനുള്ള വീഡിയോസൊക്കെ നല്ല യൂട്യൂബിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നു. അപ്പോൾ അത് നിങ്ങൾക്ക് വാച്ച് ചെയ്താലും മതി. അപ്പോൾ ഇത് ഞാനിപ്പോൾ അല്ലാതെ വാങ്ങിച്ച ക്ലേ ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൽ എന്ന് പറയുന്നത് നമുക്ക് കൃഷ്ണനെ ഉണ്ടാക്കാനാണ് മെയിനായിട്ട് ഈ ക്ലേസ് ഞാൻ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ കൃഷ്ണനെ ഉണ്ടാക്കാം. ഞാൻ യൂസ് ചെയ്യുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഞാൻ ഈ ക്ലേ എന്ന് പറഞ്ഞാൽ നമ്മുടെ കൃഷ്ണനെ ഉണ്ടാക്കാനും പിന്നെ അല്ലാതെ നേച്ചർ എലിമെൻസിനെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അത് അടുത്ത് പ്രകൃതി ദത്തമായിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ബേസ് വേണമല്ലോ, ബേസിൻ്റെ മേളിൽ ഉണ്ടാക്കുന്നത്. ആ ബേസായിട്ട് ഞാൻ അടിച്ചിട്ടുള്ളത് ഒരു കേക്ക് ബോർഡാണ്. പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ സൈഡ് യൂസ് ചെയ്യരുത്. ഇതൊരു ഓയിലി സൈഡാണ്, അതുകൊണ്ട് പെയിൻറ്റ് അധികം വരാൻ സാധ്യത കുറവാണ്. ഈ സൈഡായിരിക്കും ബെറ്റർ. കാർഡ്ബോർഡാണ്, അതുകൊണ്ട് നല്ലതായിരിക്കും. അപ്പോൾ ഈ സൈഡിലാണ് പെയിൻറ്റ് അടിക്കുകയാണെങ്കിൽ യൂസ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് ഞാൻ ബേസ് ഇതിൻ്റെ ഈ ഒരു ഇവിടെ ആയിട്ടൊരു പോണ്ട് പോലെ ക്രിയേറ്റ് ചെയ്യും. അതിൻ്റെ തൊട്ടടുത്തിരുന്ന് കൃഷ്ണൻ ഫ്ലൂട്ട് വായിക്കുന്നതോ അങ്ങനെ എന്തെങ്കിലും ഒരു തീമാണ് ഞാൻ ക്രിയേറ്റ് ചെയ്യുന്നത്. അടുത്ത് കൃഷ്ണൻ ഇരിക്കുന്നത് തീം. അപ്പോൾ നമുക്ക് തുടങ്ങിയാലോ. അപ്പോൾ ആദ്യം തന്നെ ഞാൻ കൃഷ്ണനെയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം കൃഷ്ണനെ ഉണ്ടാക്കാം. ഇതെന്ന് പറയുന്നത് എയർ ഡ്രൈ ക്ലേ ആണ്. അപ്പോൾ കാറ്റടിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉണങ്ങിപ്പോകുന്നൊരു ക്ലേ ആണ്. അതുകൊണ്ട് ഇത് പൊതിഞ്ഞ് പ്ലാസ്റ്റിക് കവറിൽ തന്നെ പൊതിഞ്ഞ് സൂക്ഷിക്കണം. അപ്പോൾ ഫാൻ എങ്ങാനും ഇട്ടിട്ടുള്ള പ്ലേസിലാണ് നിങ്ങൾ ഇരിക്കുന്നതെങ്കിൽ അതൊക്കെ ഒന്ന് ഓഫ് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ കൃഷ്ണൻ്റെ ബോഡി ഫേസ് ഉണ്ടാക്കി തന്നെ നമുക്ക് തുടങ്ങാം. അപ്പോൾ കൃഷ്ണൻ്റെ ഫേസിനായിട്ട് ഞാൻ ആദ്യം തന്നെ എടുത്തിട്ടുള്ളത് ബ്ലൂ കളറാണ്. അപ്പോൾ ഈ ബ്ലൂ കളറിൻ്റെ തന്നെ ഞാൻ 2 എണ്ണം എടുത്തിട്ടുണ്ട്. എങ്ങാനും ബോഡിക്കും ഫേസിനും സെപ്പറേറ്റ് ആവശ്യം വരികയാണെങ്കിൽ എടുക്കാമല്ലോ. അപ്പോൾ നമുക്ക് കൊച്ചായിട്ട് ഉണ്ടാക്കാം, അതാണ് ബെറ്റർ ഓപ്ഷൻ. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ക്ലേ ആണ്. അപ്പോൾ നമുക്കിതിൽ ആദ്യം തന്നെ ഫേസ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ ഫേസ് ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ കുറച്ച് പോർഷനാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ ഇത്രയും പോർഷൻ മാറ്റി വയ്ക്കുകയാണ്. ഇത് എയർ ഡ്രൈ ആണ്. അപ്പോൾ നമുക്ക് പ്ലാസ്റ്റിക്കിൽ തന്നെ എടുത്ത് വയ്ക്കാം. അപ്പോൾ കിട്ടിയിട്ടുള്ള പ്ലാസ്റ്റിക് കവറിലെ അതിൻ്റെ അകത്ത് തന്നെ നമുക്ക് ഇതാക്കി വയ്ക്കാം. ഇനി ഏതെങ്കിലും എയർ ടൈറ്റ് ആയിട്ടുള്ള കണ്ടെയ്നർ ഉണ്ടെങ്കിൽ അതിൻ്റെ അകത്തോട്ടാക്കി വയ്ക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഇവിടെ കൃഷ്ണൻ്റെ ഹെഡാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനായിട്ട് നമുക്ക് ഫസ്റ്റ് തന്നെ ഇതൊന്ന് റൊട്ടേറ്റ് ചെയ്തെടുക്കുകയാണ് വേണ്ടത്. ഇത് ഇതുപോലെ ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് ഒരു റൗണ്ട് ആക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ ഇതുപോലെ ഞാൻ ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, അപ്പോൾ ഞാൻ ഈ രീതിയിലാണ് നമ്മുടെ ഫേസിൻ്റെ ഷേപ്പ് കൊടുക്കുന്നത്. അപ്പോൾ ഇങ്ങനെയായിരിക്കും നമ്മുടെ കൃഷ്ണൻ്റെ ഫേസ് ഇരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ ഒരു കണ്ണും അങ്ങനെയുള്ള ഭാഗങ്ങളൊക്കെ വരച്ചു കൊടുക്കാം. അപ്പോൾ അത് ഞാൻ കുറച്ച് സൂം ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഞാൻ സൂം ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് കാണാമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അത് ഇതുപോലെയാണ് നമ്മുടെ കൃഷ്ണൻ്റെ ഹെഡ് ഇരിക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഇനി കണ്ണും മൂക്കൊക്കെ കൊടുക്കാൻ പോകണം. അതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ആ ഒരു ഷേപ്പ് ഒന്ന് കൃത്യമാവാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനത് ഈ ഒരു ഷേപ്പിൽ തന്നെയാണ് നമ്മുടെ കൃഷ്ണൻ്റെ ഹെഡ് ഉണ്ടാക്കുന്നത്. ഇച്ചിരി തിക്കായിട്ടിരുന്നോട്ടെ കേട്ടോ. ഈ സൈഡ് വൈസ് നോക്കുകയാണെങ്കിൽ മനസ്സിലാവും. ഇത്തിരി തിക്കായിട്ടിരുന്നോട്ടെ, അത് നന്നായിരിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ കൃഷ്ണൻ്റെ ഹെഡ്. ഇനി നമുക്ക് ഓരോ പാർട്സായിട്ട് കണ്ണും മൂക്കൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമുക്ക് ഇതിൽ ഐയുടെ ഭാഗമൊക്കെ നിങ്ങൾക്കറിയാം കുഴിഞ്ഞിട്ടാണ് ഇരിക്കുക. അപ്പോൾ അങ്ങനെ ആക്കാനായിട്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു സ്മോൾ ഫിംഗർ ഉണ്ടല്ലോ, ഈ ഒരു ഫിംഗർ വെച്ചിട്ട് ജസ്റ്റ് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. 2 കണ്ണിൻ്റെ ഭാഗം ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ ആകുമ്പോഴാണ് ആ ഒരു നമ്മുടെ ഡോളൊക്കെ വയ്ക്കൂലേ, അപ്പോൾ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. അപ്പോൾ ഇതുപോലെ ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. അങ്ങനെ നമ്മുടെ കൃഷ്ണൻ അങ്ങനെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാൻ കൃഷ്ണനെ നിങ്ങൾക്ക് കാണുന്ന പോലെ തന്നെ
കണ്ണൊക്കെ ജസ്റ്റ് ഒന്ന് കുഴിച്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്, ചെവി വെച്ച് കൊടുത്തു, പിന്നെ മൂക്കും ഒന്ന് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതിൻ്റെ ഫുൾ ഫിനിഷിങ്ങും പിന്നെ അതിൻ്റെ ഐബ്രോസും അങ്ങനെയുള്ള ഓരോരോ പാർട്സും നമുക്ക് ചെയ്ത് കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഫസ്റ്റ് തന്നെ നമുക്കിനി ചെയ്യാനായിട്ടുള്ളത് ഐ ആണ്. അപ്പോൾ ഐ ചെയ്യാനായിട്ട് വളരെ സിമ്പിളാണ്. അതിന് ഞാൻ ജസ്റ്റ് ഒന്ന് വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ വൈറ്റ് കളറിന് നമുക്ക് എന്താ ചെയ്യണമെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമ്മളിത് ഐനായിട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഈ വൈറ്റ് കളർ എടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് കാണാമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇത് ഈ വൈറ്റ് കളർ എടുത്തതിന് ശേഷം ജസ്റ്റ് നമ്മളിത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. ഇനി നമുക്ക് കുറച്ച് കണ്ണാണല്ലോ വേണ്ടത്. അപ്പം ഇതുപോലെ ജസ്റ്റ് കൊച്ചു പീസ് എടുത്തിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുകയാണ്. നമുക്കിത് റൗണ്ട് ചെയ്ത് കൊടുക്കാം. യെസ്, അപ്പോൾ നമ്മൾ ഇതുപോലെ ഒരു റൗണ്ട് ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ജസ്റ്റ് എന്ത് ചെയ്യുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ തുമ്പ് ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഷാർപ്പനാക്കി കൊടുത്താൽ മതി. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ പൊതുവേ കണ്ണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ കണ്ണിൻ്റെ ഷേപ്പ് ചെയ്യാനുള്ളത്. അപ്പോൾ ഇത് നമുക്ക് ഈ ഒരു കൃഷ്ണൻ്റെ കണ്ണ് കണ്ടിട്ടുണ്ടല്ലോ, കുഞ്ഞല്ലേ, അപ്പോൾ ഈ കുഞ്ഞു ഷേപ്പിനനുസരിച്ച് നമുക്ക് ഈ ഒരു കണ്ണ് മാറ്റിയെടുക്കാം. അപ്പോൾ നമ്മളിത് ഈ ജസ്റ്റ് കണ്ണിൻ്റെ വൈറ്റ് പോർഷൻ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നടുക്കുള്ള ബ്ലാക്ക് പോർഷൻ കൊടുക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനില്ലേ നമ്മുടെ ബ്ലാക്ക് കളർ എടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊന്ന് അൺബോക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ബ്ലാക്ക് കളർ വെച്ചിട്ടാണ് നമുക്ക് ഐയുടെ നടുക്കുള്ള ബോൾ കൊടുക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ച് ഒരു കുഞ്ഞു ബ്ലാക്ക് കളർ കുത്തുപോലെ എടുക്കാം. ഇതുപോലെ ഒരു കുഞ്ഞു കുത്തായിട്ട് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് ബോൾ ചെയ്തെടുക്കാം. പൊട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അതായാലും കുഞ്ഞു പൊട്ടാണെങ്കിൽ ഒടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഉരുട്ടി ഒടിച്ചു കൊടുക്കാം. ഈ കണ്ണൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നമുക്ക് പുരുകം വരയ്ക്കണം, പിന്നെ നോസും പിന്നെ നമ്മുടെ ലിപ്പൊക്കെ ഒന്ന് ഒറിജിനലാക്കി കൊടുക്കണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് വരാം. അപ്പോൾ ഞാൻ അതിനായിട്ട് ചെയ്യുന്നത് സാധാരണ ഐബ്രോ ഉണ്ടാക്കി എടുക്കുന്ന പോലെ തന്നെ ബ്ലാക്ക് കളറാണ് എടുക്കുന്നത്. ബ്ലാക്ക് കളർ ക്ലേ എടുത്തിട്ട് കുഞ്ഞ് പാർട്ടാക്കണം. അതിനായിട്ട് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇതുപോലെ ഒന്ന് റോൾ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ റോൾ ചെയ്തതിന് ശേഷം ഇതുപോലെ വരുമല്ലോ, ഈ പാർട്ടിൽ ഇതുപോലെ ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മുറിച്ച് മാറ്റിയിട്ട് ഇങ്ങനെ കുഞ്ഞായിട്ട് ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ് വേണ്ടത്. നമുക്കത് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ പുരുകമൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ചെയ്യാനുള്ളത് ലിപ്പൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇതുപോലെയുള്ള സ്ക്രാച്ചസ് ഒക്കെ വന്നിട്ടുണ്ടല്ലോ, അതൊക്കെ ഒന്ന് നമുക്ക് റിമൂവ് ചെയ്യാം. ലിപ്പ് ചെയ്യാൻ ഞാൻ റെഡ് ക്ലേ എടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് പൊട്ടിക്കാം. ഓക്കെ, അപ്പോൾ ഞാനിത് പൊട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്ലേ ആണ് ഞാനിപ്പോൾ എടുക്കുന്നത് ലിപ്പ് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ റെഡ് ക്ലേ വെച്ചിട്ട് നമുക്ക് ലിപ്പ് കൊടുക്കാം. ലിപ്പ് കൊടുക്കാനും നേരത്തെ പോലെ തന്നെ നമ്മൾ തീരെ തിന്നായിട്ട് നൂല് പോലെ ആക്കിയിട്ട് വേണം നമ്മൾ ലിപ്പ് കൊടുക്കാനായിട്ട്. അപ്പോൾ നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് അമർത്തി പ്രസ് ചെയ്ത് തന്നെ സോഫ്റ്റാക്കി എടുക്കാം. ഇനി നമുക്ക് ഇതൊന്ന് ഇങ്ങനെ ജസ്റ്റ് കയ്യിൽ വെച്ചിട്ട് തന്നെ ഒന്നിങ്ങനെ റോൾ ചെയ്താൽ മതി. ഇതുണ്ടോ ഇതുപോലെ തിന്നായിട്ട് വരുമ്പോൾ അത് വെച്ചിട്ട് നമുക്ക് ലിപ്പ് ചെയ്തെടുക്കാം. അങ്ങനെ ഞാൻ ചുണ്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ ചുണ്ടിലെന്ന് പറയുമ്പോൾ ഫ്ലൂട്ട് വരുമല്ലോ, അപ്പോൾ അധികം കുഴപ്പമില്ല. ഇവിടെ വന്നിട്ട് ആദ്യം ഒന്ന് തെറ്റിപ്പോയി, അതുകൊണ്ട് ഞാൻ നീലക്ലേ പറത്തൊട്ടിച്ചു. അത് ഇളക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ അങ്ങനെ നീലക്ലേ പറത്തൊട്ടിച്ചുകൊണ്ടാണ് ഇങ്ങനൊരു ഇതുപോലെ വന്നത്. അത് നമുക്ക് കുഴപ്പമില്ല, നമുക്ക് അവസാനം ഫ്ലൂട്ടൊക്കെ വയ്ക്കുമ്പോൾ ശരിയാക്കാം. പിന്നെ ഞാൻ ജസ്റ്റ് ബ്ലഷ് പോലെ കൊടുത്തിട്ടുണ്ടായിരുന്നു, കാണാൻ പറ്റുമോ എന്ന് അറിഞ്ഞുകൂടാ, എൻ്റെ കൈ അതാണ് ചോന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ ബോഡി ചെയ്യണം, ഹെയർ ചെയ്യണം, പിന്നെ നമ്മുടെ കുറി ഉണ്ടല്ലോ അതുകൂടെ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഈ കുറി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ മെയിനായിട്ട് ഹെയർ കൊടുക്കാറുണ്ട്. അപ്പോൾ നമുക്ക് ഹെയർ ഒന്ന് കൊടുക്കാം. അപ്പോൾ ഞാൻ ഹെയറൊക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കമ്മലിട്ട് കൊടുക്കണം. അത് മാത്രമല്ല ഹെയറിൽ കുറച്ച് അക്സസറീസ് ഉണ്ടല്ലോ, അതും പിന്നെ മയിൽപ്പീലി അങ്ങനെയുള്ളതൊക്കെ വെച്ച് കൊടുക്കണം. ഞാൻ ജസ്റ്റ് ഒരു മോഡൽ പോലെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ മയിൽപ്പീലിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമ്മുടെ കൃഷ്ണൻ്റെ ലുക്ക് വരുന്നത്. ഇനി നമുക്ക് ബോഡി കൊടുക്കാം. ബോഡി കൊടുക്കണമെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും സ്റ്റിക്ക് എങ്ങാനും ഉണ്ടെങ്കിൽ സ്റ്റിക്ക് വെച്ചിട്ട് നിങ്ങൾക്ക് ബോഡി കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഉറച്ച് നിൽക്കും. അതാണ് ഇതിൻ്റെ മെയിൻ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ബോഡി കൊടുക്കുന്നതിന് മുന്നേ ഈ കൃഷ്ണ ഒന്ന് ഡ്രൈ ആവണം, എന്നാലേ ബോഡി കൊടുക്കുമ്പോൾ ഉറച്ച് നിൽക്കത്തുള്ളൂ. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ബേസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഞാൻ പെയിൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. ഇതിൽ ഉണ്ടോ ഗ്ലാസി ആയിട്ടുള്ളതാണ്, ഇവിടെ ഒന്നും നമുക്ക് അടിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ സൈഡിലാണ് അടിക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ വൈറ്റ് കോട്ടായിട്ട് അടിക്കാവുന്നതാണ്. അപ്പോൾ വൈറ്റ് കോട്ട് ഇല്ലാത്തവരാണെങ്കിൽ എന്നെ പോലെ ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഡയറക്റ്റ് പെയിൻറ്റ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിനായിട്ട് നമുക്ക് വേണ്ട കളേഴ്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഗ്രീനും ബ്ലൂ ആണ് എടുത്തിട്ടുള്ളത്. പോണ്ടൊക്കെ വരില്ലേ ആ സൈഡിൽ നമുക്ക് ബ്ലൂവും അല്ലാതെ ചുറ്റും ഗ്രീനും ആണ് അടിക്കാനുള്ളത്. അപ്പോൾ നമുക്ക് അടിച്ചു തുടങ്ങിയാലോ? ഇതുപോലെ ഇങ്ങനെ ഒന്ന് പെയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഈ ബ്ലൂ കളർ അടിച്ചതാണ് നമ്മുടെ പോണ്ടായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത്. ചുറ്റും ഗ്രീൻ ഇല്ലേ, അവിടെ നമ്മൾ ഗ്രൗണ്ടായിട്ടാണ് എടുക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ പോണ്ട് ഒന്ന് റിയൽ ആക്കണം. അത് മാത്രമല്ല കൃഷ്ണന് ഇരിക്കാനായിട്ടൊരു പ്ലേസ് വേണം. അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് ഡ്രൈ ആവാൻ വെച്ചതിന് ശേഷം നമ്മുടെ കൃഷ്ണനെ ഉണ്ടാക്കാം. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ചെയ്യാനായിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇരിക്കാനായിട്ടൊരു സ്ഥലം വേണ്ടേ. അതിന് ഞാൻ തൽക്കാലം ഗ്രീനാണ് എടുക്കുന്നത്. ഗ്രീനോ ബ്രൗണോ നിങ്ങൾക്ക് എടുക്കാം. അപ്പോൾ നമുക്കിതൊന്ന് അൺബോക്സ് ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മളിത് അൺബോക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഗ്രീൻ വെച്ചിട്ട് നമുക്കൊരു ഭിത്തി പോലെ കെട്ടാനുള്ളതാണ്. അപ്പോൾ നമുക്കത് ഫുള്ളൊന്ന് റെഡിയാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്കിത് ഭിത്തിയാക്കി എടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് നമ്മൾ ഫസ്റ്റ് തന്നെ ഇതൊന്ന് ലോങ് ആക്കി പരത്തിയെടുക്കണം. പിന്നെ നമ്മൾ ഈ ഷേപ്പിന് ഇതുപോലെ ഇങ്ങനെ വെച്ചിട്ട് ഭിത്തി പോലെ കെട്ടാം. അപ്പോൾ നമ്മളിത് ഇതുപോലെ കുളം പോലെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു ഫൗണ്ടെയിൻ പോലെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടി നമുക്കൊരു കുടം പോലെ സെറ്റ് ചെയ്ത് തരാം. അപ്പോൾ കുടം പോലെ സെറ്റ് ചെയ്യാനായിട്ട് എന്ത് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബ്രൗൺ കളർ ക്ലേ എടുക്കുക. ഈ ക്ലേ വെച്ചിട്ടാണ് നമ്മൾ പോട്ട് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് പൊട്ടിക്കാം. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് നമുക്ക് ജസ്റ്റ് കുടം പോലെ ഉണ്ടാക്കിയെടുക്കാം. അത് ഉണ്ടാക്കാനായിട്ട് വളരെ ഈസിയാണ്. അതിനായിട്ട് ആദ്യം നമ്മൾ ഇത് ക്ലേ എടുത്തിട്ട് ഇച്ചിരി മാറ്റി വയ്ക്കുകയാണ്. ഇച്ചിരി പീസ് മാറ്റി വെച്ചതിന് ശേഷം നമുക്ക് ഇത് നന്നായിട്ടൊന്ന് റോൾ ചെയ്ത് ബോളാക്കി എടുക്കാം. നല്ല ബോളാക്കി എടുക്കണം. അപ്പോൾ നമ്മൾ ഇതുപോലൊരു ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഫിംഗർ ഇങ്ങനെ വെച്ചതിന് ശേഷം ജസ്റ്റ് ഇങ്ങനെ ബലം പിടിച്ചിട്ട് ഇങ്ങനെ ആക്കുമ്പോഴത്തേക്കും ഇവിടെ വന്നിട്ട് നമുക്ക് പൊങ്ങി ഇങ്ങനെ വരും. അപ്പോൾ നമ്മുടെ കുടത്തിൻ്റെ ടോപ്പ് പോർഷനായി കിട്ടും. അപ്പോൾ നമ്മളിത് കുടം ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ അകത്ത് കുറച്ച് റിയാലിറ്റി തോന്നാനായിട്ട് ബ്ലാക്ക് ക്ലേ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പെയിൻറ്റ് അടിച്ചു കൊടുത്താലും മതിയാകും. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത് ഇനി ഇവിടെ സ്റ്റിക്ക് ചെയ്യാനുള്ളതാണ്. അതിന് മുന്നേ വാട്ടർ തോന്നിക്കാനായിട്ട് നമുക്ക് വാട്ടർ ഉണ്ടാക്കാം. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ കഴിയും. നമുക്ക് നോക്കാം. അതിനായിട്ട് നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ വാട്ടർ റിയാലിറ്റി തോന്നാൻ ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് കവർ എടുക്കുക. ജസ്റ്റ് നേരെയും കുത്തനെയൊക്കെ ആയിട്ട് കുറച്ച് വരകൾ ഇങ്ങനെ ജസ്റ്റ് ഒന്ന് വരച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഒരു റിയാലിറ്റി പോലെ തോന്നും. റിയൽ വാട്ടർ ലുക്ക് കിട്ടാനായിട്ട് ഇത് നല്ല ഹെൽപ്ഫുള്ളാകും. അപ്പോൾ നമുക്കത് ഫുള്ള് വരച്ചു കൊടുക്കാം. ഇവിടെ ആയിട്ട് കൂടെ റൗണ്ടായിട്ട് നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് വരച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഇത് വരച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് എടുക്കാനുള്ള ടൈമായിട്ടുണ്ട്. നമുക്ക് പതുക്കെ എടുത്ത് പീൽ ചെയ്തിട്ട് നമുക്ക് കുടത്തിൻ്റെ അകത്ത് വെച്ചിട്ട് ഒട്ടിച്ച് ഇവിടെ ഇങ്ങനെ വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മളിത് ഈ കുടം വെച്ചിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട്, റിയാലിറ്റി ഫീൽ കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഇതാണ് നമ്മുടെ മെയിനായിട്ട് ബേസായിട്ട് വരുന്നത്. ഇനി നമുക്ക് കൃഷ്ണനെ ഇരുത്തണം. നമുക്ക് വേണമെങ്കിൽ കൃഷ്ണനെ ഇവിടെ ആയിട്ടൊക്കെ ഇരുത്താവുന്നതാണ്. നിങ്ങൾക്ക് പറ്റുമെങ്കിൽ അങ്ങനെ ഇരുത്താം. പിന്നെ നമുക്കൊരു റിയൽ ലുക്കിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ അഡീഷണലായിട്ട് ഇതുപോലുള്ള സ്റ്റോൺസ് അവൈലബിൾ ആണെങ്കിൽ സ്റ്റോൺസ് എടുക്കാവുന്നതാണ്. സ്റ്റോൺസ് എടുത്ത് ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ച് വയ്ക്കാം. അപ്പോൾ നമുക്ക് കുറച്ച് സ്റ്റോൺസ് ഒട്ടിക്കാം. ഓക്കെ, അങ്ങനെ നമ്മൾ സ്റ്റോൺസൊക്കെ ഒട്ടിച്ചിട്ടുണ്ട്. പിന്നെ ബാക്കി ഒരു കുഞ്ഞുണ്ടായിരുന്നതെന്ന് ഞാൻ ഇവിടെ ഒട്ടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെയാണ് നമ്മുടെ ഈ ഒരു വ്യൂ വന്നിട്ടുള്ളത്. ഇനി നമുക്ക് ചെയ്യാനായിട്ടുള്ളത് നമ്മുടെ കൃഷ്ണനെ ഇവിടെ എവിടെയും ഇരുത്താനുണ്ട്. ഇവിടെ എവിടെയും നമുക്ക് ഇരുത്തണം. അപ്പോൾ നമുക്ക് ഇരുത്താനായിട്ട് ഫുൾ ബോഡി നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. കൊണ്ട് പോലെ സെറ്റ് ചെയ്തത് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കൃഷ്ണനെ കൂടെ ഉണ്ടാക്കിയിട്ടുണ്ട്. കൃഷ്ണനെ ഇച്ചിരി വലുതായിട്ടാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളത്. സൈഡിൽ നമുക്ക് ഇരിക്കാനായിട്ട് ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് പെബിൾ എങ്ങാനും ഉണ്ടെങ്കിൽ പെബിൾ വയ്ക്കാവുന്നതാണ്. എൻ്റെ കയ്യിൽ പെബിളൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ക്ലേ വെച്ചിട്ട് ബോളാക്കിയിട്ട് ഇട്ടിയത്. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇവിടെ വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഡെക്കോർ റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ ഫുൾ വ്യൂ ഒന്ന് കാണിച്ചു തരാം.